തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കണ സാന്റോസ് വീണ്ടും എന്തിനായിരിക്കും ഒരു ടീം സാക്ക് ചെയ്തിട്ടുള്ള ഒരു മാനേജറെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാ നോക്കാം. ഹുവാൻ പാബ്ലോ വൊയ്വോഡ ഒരു അർജന്റീൻ മാനേജറാണ്. ആള് ഫോർട്ടാലെസ എന്ന് പറഞ്ഞ ടീമിന്റെ മാനേജറായിരുന്നു. 2021 മുതൽ 2025 വരെ പുള്ളി ആ ടീമിനെ മാനേജ് ചെയ്തു. എന്നിട്ട് 2025 പുള്ളിനെ ആ ടീം സാക്കിയാണ് ഉണ്ടായത്. ബട്ട് ഇപ്പോ ഇതാ തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കണ സാന്റോസ് പുള്ളിനെ ഒഫീഷ്യലി ഹെഡ് കോച്ചായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 2026 ഡിസംബർ വരെയാണ് പുള്ളിയുടെ കോൺട്രാക്ട്. വാട്ട് മേക്സ് വൊയ്വോഡ സ്പെഷ്യൽ? പുള്ളിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഹൈ പ്രസ്സാണ്. നിലവിലെ സാന്റോസിന് ഇല്ലാത്തതും അത് തന്നെയാണ്. പന്ത് പോയി കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കി എല്ലാവരും നിൽക്കുവാണ്. പക്ഷെ അത് പാടില്ല. അപ്പൊ അതിൽ തന്നെ ആദ്യം തന്നെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് സാന്റോസിന്. അപ്പോൾ പുള്ളിക്ക് അത് സാധിക്കും. അതുപോലെ തന്നെ അറ്റാക്കിംഗ് ഫുട്ബോളും ഡിഫൻസീവ് ഫുട്ബോളും ഒരുപോലെ പുള്ളിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ സ്മോളർ ക്ലബിനെ വെച്ച് കൂടുതൽ അച്ചീവ്മെന്റ് നടത്താൻ പുള്ളിക്ക് സാധിക്കും. എക്സാമ്പിൾ ഈ ഫോർട്ടാലിസാൻ എടുക്കാം. ഈ ഫോർട്ടാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലമംഗോ പോലെയോ പാമറസ് പോലെയോ ഒന്നും വലിയ ബഡ്ജറ്റുള്ള ടീമൊന്നുമല്ല. എന്നിട്ടും പുള്ളി അവർക്ക് വേണ്ടിയിട്ട് ക്യാമ്പനാട്ടോ സൈറൻസ് ടൈറ്റിൽസ് 3 പ്രാവശ്യം നേടിക്കൊടുത്തു. അതും അടുപ്പിച്ച് 2 പ്രാവശ്യം കോപ്പ ഡുനോർ ഡസ്റ്റ് ടൈറ്റിൽ നേടിക്കൊടുത്തു. ഫോർട്ടലിസയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കോപ്പ ലിബർട്ടഡോസ് എൻട്രി പുള്ളി നേടിക്കൊടുത്തു. 2023 കോപ്പ സുഡമേരിക്കനയിലെ റണ്ണേഴ്സപ്പ് ആക്കി മാറ്റി. അങ്ങനെ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെ ആ ടീമിന് കൊടുത്തിട്ടുണ്ടായി. ഇനി ഈ പ്ലേയേഴ്സിന്റെ ഡെവലപ്മെന്റ് കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ആവറേജ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് പുള്ളിക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഓവർ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഈ പ്ലേയേഴ്സ് ആക്കി മാറ്റാൻ അവരുടെ ചുറ്റും കളി ഉണ്ടാക്കിയെടുക്കാനും പുള്ളിക്ക് സാധിക്കും. ഇനി ഒരു അർജന്റീന ആയിട്ട് കൂടി ബ്രസീലിൽ ഏറ്റവും അധികം റെസ്പെക്ട് കിട്ടുന്ന ഒരു മാനേജറാണ് വൊയ്വോഡ. ഫോർട്ടലീസയുടെ ആരാധകരും ബ്രസീലിലെ ഫുട്ബോൾ നിരീക്ഷകരും തന്നെ പറയുന്നത് പുള്ളി ഫോർട്ടലീസയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മാനേജർമാരിൽ ഒരാളാണെന്നാണ്. മാത്രമല്ല യങ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പുള്ളിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. സാന്റോസിന് വേണ്ടതും സാന്റോസ് ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. യങ് പ്ലേയേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സാന്റോസ് പുള്ളിക്ക് ഒരു അവസരം കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ബട്ട് അവസാന സീസണിലേക്ക് എത്തിയപ്പോൾ ഫോർട്ടലീസയുടെ പെർഫോമൻസ് ഒക്കെ താഴത്തേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവര് വൊയ്വോഡയെ സാക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ മറക്കരുത്.